This is our next problem. A block A of weight 200 Newton and block B of weight 300 Newton is placed as shown in figure. Find the force P required to move the block B. Assume coefficient of friction as 0.3 in all contact surfaces. Okay. So നമുക്ക് രണ്ട് ബോക്സ് ഉണ്ട്. ഓക്കെ, സോ രണ്ട് ബോക്സിന് ഒരു എ എന്ന് പറയുന്ന ഒരു ബോക്സും ഉണ്ട്, ഒരു ബി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക്, എ എന്ന് പറയുന്ന ഒരു ബ്ലോക്കും ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ബ്ലോക്കും ഉണ്ട്. എയുടെ സൾഫേറ്റ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് 200 ന്യൂട്ടൺ ആൻഡ് ബിയുടെ സൾഫേറ്റ് ഇസ് 300 ന്യൂട്ടൺ. എ ബിയുടെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് എന്താ ചെയ്യണ്ടേ, ബി മൂവ് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം ബിയുടെ വരുന്ന മാക്സിമം കോണ്ടാക്ട് ഫ്രിക്ഷൻ എത്രയാണെന്ന് നോക്കാം. ഫ്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫോഴ്സ് പി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. പക്ഷെ ഈ പ്രോബ്ലത്തിലൊക്കെ അത് ഇപ്പൊ രണ്ട് ഒബ്ജക്റ്റുകളുണ്ട്. നമുക്ക് രണ്ട് ബ്ലോക്കുകളുണ്ട്, എ ബ്ലോക്കും ഉണ്ട്, ബി ബ്ലോക്കും ഉണ്ട്. എ റെസ്റ്റ് ചെയ്യുന്നത് ബിയുടെ മുകളിലാണ്, ബി ഒരു ഫ്ലോറിന്റെ മുകളിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ എവിടെയൊക്കെ നമ്മളിപ്പോ ബ്ലോക്ക് ബി മാത്രമാണ് പുള്ള് ചെയ്യുന്നത് അല്ലെ. ബ്ലോക്ക് ബി നമ്മൾ ഒരു ഫോഴ്സ് പി അപ്ലൈ ചെയ്യുമ്പോൾ അതിന് എവിടെയൊക്കെ ഫ്രിക്ഷൻ ജനറേറ്റ് ആവും, എവിടെയൊക്കെ സർഫസ് ആയിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഫ്രിക്ഷൻ ജനറേറ്റ് ആവും. അതായത് ഈ സർഫസ്, അതായത് ബ്ലോക്ക് എക്കും ബ്ലോക്ക് ബിക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ടും ബ്ലോക്ക് ബിക്കും സർഫസിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടും ഇവിടെയും അതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സസ് ജനറേറ്റ് ആവും. ഓക്കെ, സോ ഇതിന് രണ്ട് കോണ്ടാക്ട് സർഫേഴ്സ് ഉണ്ട്. ആ രണ്ട് കോണ്ടാക്ട് സർഫേഴ്സിലും ഫ്രിക്ഷൻ ഫോഴ്സ് ജനറേറ്റ് ആവുന്നുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഡിസ്റ്റൻസ്. ഏത് കോണ്ടാക്ട് സർഫേഴ്സ് ആണെങ്കിലും ഫ്രിക്ഷണൽ കോഎഫിഷ്യന്റ് 0.3 ആയിരിക്കും. അതിനാണ് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് അവർ പ്രോബ്ലം. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഈ ഫിഗറിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. സോ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് രണ്ട് ബ്ലോക്കുകളുണ്ട് അല്ലെ. സോ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് എപ്പോഴും ഈ ബ്ലോക്ക് സ്റ്റാക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റാർട്ട് ഫ്രം ടോപ്പ്. ഓക്കെ, ഓക്കെ, ഇപ്പൊ ഏത് ഒബ്ജക്റ്റിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വേണം, നമുക്ക് ഇപ്പൊ എ വേണമെങ്കിൽ എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം ആദ്യം വരയ്ക്കാൻ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ സോൾവ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ എപ്പോഴും കൺവീനിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കൺവീനിയന്റ് എന്നല്ല, നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒബ്ജക്റ്റ് ഏതാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ ലോജിക്ക് എന്താ വെച്ചാൽ, ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒബ്ജക്റ്റ് നിന്നാണ് അതിന്റെ ഫോഴ്സുകൾ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് അല്ലെ. സോ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതുകൊണ്ട് അവിടുന്ന് ആയിരിക്കും അതിന്റെ നമുക്ക് ഇനീഷ്യൽ ആ ബ്ലോക്കിനൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം. ഓക്കെ, സോ അതൊരു ടിപ്പ് മാത്രമാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഞാനിപ്പോ ഇതിന്റെ ഒരു കോപ്പി എടുക്കുകയാണ്. ദെൻ അതിന്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സോ അതിന്റെ വരച്ചു. ഇനി നമുക്ക് ഇവിടെ ഇതിന്റെ അകത്ത് എന്തൊക്കെ ഫോഴ്സ് ആണ് വരിക. ആദ്യം വരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെൽഫ് വെയിറ്റ് ആണ് അല്ലെ. സെൽഫ് വെയിറ്റ് എങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടാവുക, ഇറ്റ് വിൽ ബി acting in the downward direction and it has a magnitude of എത്ര പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്, ബ്ലോക്ക് എയുടെ വെയിറ്റ് 200 ന്യൂട്ടൺസ്. ഓക്കെ, സോ ഇതിന്റെ സെൽഫ് വെയിറ്റ് 200 ന്യൂട്ടൺ ആണ്. സോ ഒരു വെയിറ്റ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് അതിനൊരു നോർമൽ റിയാക്ഷൻ താഴെ ഉണ്ടാവും അല്ലെ. സോ ദാറ്റ് നോർമൽ റിയാക്ഷൻ ദാറ്റ് വിൽ ബി ഓപ്പോസിങ് ദി വെർട്ടിക്കൽ ഫോഴ്സ്. ഓക്കെ, സോ നമ്മൾ നോർമൽ റിയാക്ഷൻ ജനറലി ഡിനോട്ട് ചെയ്യാറ് ആർ എൻ എന്നാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെ, എയും ഉണ്ട് ബിയും ഉണ്ട്. ഈ എയിൽ വരുന്ന വെർട്ടിക്കൽ ഫോഴ്സ് കാരണം നോർമൽ റിയാക്ഷൻ ഉണ്ടാവും, ബിയിൽ വരുന്ന വെർട്ടിക്കൽ ഫോഴ്സ് കാരണം നോർമൽ റിയാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ അവിടെ രണ്ട് ടൈപ്പ് നോർമൽ റിയാക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എയിൽ വരുന്ന നോർമൽ റിയാക്ഷനെ RN1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റിന്റെ കളർ മാറ്റി വെച്ചേക്കാം. സോ ഞാൻ RN1 ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് വേറെ എന്തെങ്കിലും ഫോഴ്സ് വരുന്നുണ്ടോ? ഇതിനകത്ത് വേറെ ഫോഴ്സ് വരുന്നുണ്ട്. ആ ഫോഴ്സ് അറിയണമെങ്കിൽ നമ്മൾ ഇനി ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഓക്കെ, നമുക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ എയില് വേറെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സോ ബിയുടെ കോപ്പി എടുക്കുന്നു. ഞാൻ ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. ബിയില് എന്തൊക്കെ ഫോഴ്സ് ആണ് വരുന്നത്, ആദ്യം തന്നെ നമുക്ക് ബിയുടെ സെൽഫ് വെയിറ്റ് അല്ലെ. ബിയുടെ സെൽഫ് വെയിറ്റ് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക,
vertically downward direction അല്ലേ? വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ബിയുടെ എന്താ ബിയുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അത് എത്രയായിരിക്കും? നമുക്ക് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് 300 ന്യൂട്ടൺ. ഓക്കെ, സോ ബിയിൽ 300 ന്യൂട്ടന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി വേറെ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? ഇപ്പൊ 300 ന്യൂട്ടൺ ഒരു എന്താ പറയാ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് വരുന്നുണ്ട്. വേറെ എന്തെങ്കിലും വെർട്ടിക്കൽ ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലെ? എന്നും കൂടി അതിലൊരു എന്താ പറയാ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് താഴത്തേക്ക് വരുന്നുണ്ട്. അത് 200 ന്യൂട്ടൺ തന്നെയാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ആ എയില് നമ്മൾ അതിന്റെ വെർട്ടിക്കലി അപ്പോർട്ടുള്ള ഫോഴ്സ് Rn1 എന്നുള്ള കാണിച്ച കാരണം നമ്മൾ ഇവിടെയും അവിടെ വരുന്ന ആ വെർട്ടിക്കലി ഡൗൺവേർഡ് ഫോഴ്സിനെ നമ്മൾ Rn1 എന്ന് തന്നെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ Rn1 ഇവിടെ ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അത് ബിയില് ഡൗൺവേർഡ് ഡയറക്ഷനിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. So this is Rn1. എയില് അപ്പോഴായിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെങ്കിൽ അത് ബിയില് ഡൗൺവേർഡ് ആയിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ Rn1 ഇവിടെ താഴത്തേക്ക് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇനി അപ്പോ സോ വെർട്ടിക്കൽ ഫോഴ്സസ് ബിയിൽ നോക്കുമ്പോൾ നമുക്ക് രണ്ട് വെർട്ടിക്കൽ ഫോഴ്സ് ആണ് വരുന്നത്. ഒന്ന് ബിയുടെ സെൽഫ് വെയിറ്റും ഉണ്ട്, പിന്നെ എയുടെ നോർമൽ റിയാക്ഷനും ഉണ്ട്. എയില് നോർമൽ റിയാക്ഷൻ അപ്വേർഡ് വരയ്ക്കുകയാണെങ്കിൽ ബിയില് നോർമൽ റിയാക്ഷൻ ഡൗൺവേർഡ് ആണ് വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോഴേ നമുക്കിവിടെ ഇക്വിലിബ്രിയം എയിലും ബിയിലും നമുക്ക് ഇക്വിലിബ്രിയം കിട്ടുള്ളൂ അല്ലെ? Rn1 സെയിം തന്നെ ഡൗൺവേർഡ് വരണം, അപ്പോഴേ ആ ഒരു ജോയിന്റിൽ നമുക്ക് ഇക്വിലിബ്രിയം കിട്ടുള്ളൂ. കാരണം നമ്മളിവിടെ അതിന്റെ എയിൽ വരുന്ന വെർട്ടിക്കൽ ഫോഴ്സിനെ Rn1 തന്നെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്, സോ ഒബ്വിയസ്ലി ഇതിന് താഴത്തായിട്ട് വേറൊരു ഫോഴ്സ് ജനറേറ്റ് ആവും അല്ലെ? ആ വെർട്ടിക്കൽ ഫോഴ്സിനെ നമ്മൾ നമ്മൾ നോർമൽ വെർട്ടിക്കൽ ഫോഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് Rn ആണ് അല്ലെ? ഇവിടെ നമ്മൾ നമുക്ക് ഇത് വേറൊരു വെർട്ടിക്കൽ ഫോഴ്സ് ആണ്, സോ നമുക്ക് ഇതിനെ Rn2 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി Rn2. ദിസ് ഇസ് Rn2. ഇനി വേറെ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? ഇവിടെ നോക്കാം, ഇവിടെ ഒരു ബിയിൽ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു പി ഹൊറിസോണ്ടലി ടുവേർഡ്സ് റൈറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി. നമുക്ക് ആ ബോഡിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്നാണ്, എത്ര ഫോഴ്സ് പി അപ്ലൈ ചെയ്യണമെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദർ ഇസ് എ ഫോഴ്സ്, നമ്മൾ അതിനെ പി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. സോ പി വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് വരും? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോണ്ടാക്ട് ഫ്രിക്ഷൻ വരും അല്ലെ? ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് വരും. എവിടെയൊക്കെ ബോഡി വേറൊരു ബോഡിയായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം കോണ്ടാക്ട് ഫ്രിക്ഷൻസ് ജനറേറ്റ് ആവും. പോയിന്റ് ബി എവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്? അതിന്റെ ബോട്ടം സർഫസിലും ടച്ച് ചെയ്തിട്ടുണ്ട്, അതിന്റെ ബോട്ടം സർഫസിലും ടച്ച് ചെയ്തിട്ടുണ്ട്, അതിന്റെ ടോപ്പ് സർഫസിലും ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിന്റെ ബോട്ടം സർഫസ് ഏത് ഡയറക്ഷനിലായിരിക്കും? ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ദാറ്റ് ഓൾസോ വിൽ ബി ഹൊറിസോണ്ടൽ. അതിന്റെ ബിയുടെ ടോപ്പിലും ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ആയിട്ടുണ്ടാവും. രണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. സേ നമ്മള് ഫ്രിക്ഷൻ ഫോഴ്സ് എന്താ? നമ്മള് FR1 FR2 നമുക്ക് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, FR1 പിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? FR is equal to mu into Rn അല്ലെ? FR is equal to mu into Rn ആണ്. സോ നമുക്ക് വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. മ്യൂവിന്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഇസ് 0.3 അല്ലെ? മ്യൂ ഇൻറ്റു Rn വാല്യൂ. ഇവിടുത്തെ ടോപ്പ് സർഫസിലെ Rn എന്ന് പറഞ്ഞാൽ ഏതാ? ദാറ്റ് ഇസ് Rn1 അല്ലെ? ടോപ്പ് സർഫസിൽ Rn1 ആണ്, എയും ബിയും തമ്മിലുള്ള കോണ്ടാക്ട് ഏരിയ. This is mu into Rn1. ഇവിടെ എത്രയായിരിക്കും? ഇവിടെ that is again FR is equal to mu into Rn. Mu value is 0.3 into ഇവിടുത്തെ നോർമൽ റിയാക്ഷന്റെ വാല്യൂ Rn2.
This is Rn2. ഓക്കെ. സോ ഇപ്പൊ നോക്കി, ഇപ്പൊ ബിയുടെ ടോപ്പിൽ ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ വാല്യൂ ആണ് 0.3 ഇൻറ്റു Rn1. അപ്പൊ ആ സെയിം ഫോഴ്സ് തന്നെ എയിൽ നമുക്ക് കാണിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ എയിലും കൂടി എക്സ്ട്രാ ഫോഴ്സ് വരുമെന്ന് പറഞ്ഞു. സോ അതും നമ്മൾ എയിൽ കാണിക്കാം. ഇപ്പോഴാണ് നമ്മളുടെ ഫ്രീ ബോഡി ഡയഗ്രാം കംപ്ലീറ്റ് ആയത്. എയിൽ ഒരു കോണ്ടാക്ട് ഫ്രിക്ഷൻ കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ബിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാലേ അവിടുത്തെ കോണ്ടാക്ട് ഫ്രിക്ഷന്റെ മാഗ്നിറ്റ്യൂഡും നമുക്ക് അതിന്റെ ഡയറക്ഷനും കിട്ടുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. നെക്സ്റ്റ് നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബ്ലോക്ക് ബി മൂവ് ചെയ്യണം അല്ലെ? ബ്ലോക്ക് ബി ജസ്റ്റ് മൂവ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. സോ നമുക്ക് രണ്ടിടത്തും വരുന്ന മാക്സിമം ഫ്രിക്ഷൻ വാല്യൂ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. മാക്സിമം ഫ്രിക്ഷൻ റെസിസ്റ്റൻസിനേക്കാളും കൂടുതൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ബ്ലോക്ക് ബി മൂവ് ചെയ്യും. സോ നമുക്ക് മാക്സിമം ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് അതിനാദ്യം ഓരോ ബ്ലോക്ക് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. ഓക്കെ, മാക്സിമം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ബോഡി മൂവ് ചെയ്യില്ല. ദ സിസ്റ്റം വിൽ ബി അറ്റ് റെസ്റ്റ്. ഓക്കെ, സോ അറ്റ് റെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സിഗ്മ എച്ച് is equal to 0 and സിഗ്മ വി is equal to 0. ഓക്കെ, സോ നമുക്ക് ആദ്യം ബ്ലോക്ക് എയുടെ കേസ് എടുക്കാം. ഓക്കെ, ഫോർ ബ്ലോക്ക് എ, ഫസ്റ്റ് കണ്ടീഷൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്. സിഗ്മ എച്ച് is equal to 0. ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നത്? ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നത്? നമുക്ക് ഇവിടെ വരുന്ന കോണ്ടാക്ട് ഫ്രിക്ഷൻ അല്ലെ? ആ കോണ്ടാക്ട് ഫ്രിക്ഷൻ മാത്രമാണ് നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ട് വരുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി so contact friction value 0.3 into Rn1. So horizontal value is 0.3 bracket എഴുതാം. That is 0.3 into Rn1. വേറെ ഏതെങ്കിലും ഹൊറിസോണ്ടൽ ഫോഴ്സ് നമുക്കുണ്ടോ? അവിടെ വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്നും ഇല്ല. ഓക്കെ, ഈക്വൽ ടു 0. ഈക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, Rn1ന്റെ വാല്യൂ 0 എന്നാണ് കിട്ടുക, വിച്ച് ഇസ് ദി റോങ് വാല്യൂ. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് സിഗ്മ എച്ചിനെ ഇപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാണ്, നമ്മൾ സിഗ്മ എച്ച് ഒക്കെ വെച്ച് സോൾവ് ചെയ്യും, അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. പക്ഷെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമുക്കൊരു കാര്യമില്ല, നമുക്ക് Rn1ന്റെ വാല്യൂ കിട്ടില്ല. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Rn1 എത്രയാ? നമുക്ക് 0 തന്നെ കിട്ടുള്ളൂ, which is not true. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഡിസ്കാർഡ് ചെയ്യാം. നമ്മളിവിടെ എടുക്കേണ്ടത് സിഗ്മ വി. അടുത്ത കണ്ടീഷൻ എടുത്തു നോക്കുക. സിഗ്മ വി is equal to 0. ഏതൊക്കെയാണ് സിഗ്മ എന്താ പറയുക വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്? ഒരു 200 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു അപ്പർ ഡയറക്ഷനിൽ ഒരു Rn1 ആക്ട് ചെയ്യുന്നുണ്ട്. സോ സിഗ്മ വി is equal to 0 നമുക്ക് 200 ന്യൂട്ടൺ, അത് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. നമ്മളുടെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് റൈറ്റും ടുവേർഡ്സ് ടോപ്പും ഉള്ള ഫോഴ്സസ് പോസിറ്റീവ് ആയിരിക്കും. സോ 200 എന്നുള്ളത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. സോ അതുകൊണ്ട് -200. അടുത്ത ഫോഴ്സ് എന്ന് പറഞ്ഞാൽ Rn1, അത് ടുവേർഡ്സ് ടോപ്പ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ പോസിറ്റീവ് ഡയറക്ഷൻ Rn1. ഓക്കെ, സോ വേറെ ഏതെങ്കിലും വെർട്ടിക്കൽ ഫോഴ്സസ് ഉണ്ടോ അവിടെ? വേറെ ഒരു വെർട്ടിക്കൽ ഫോഴ്സസും ഇല്ല. ഹെൻസ് ദിസ് ഈസ് ഈക്വൽ ടു 0. ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് എന്താ Rn1ന്റെ വാല്യൂ എഴുതാം അല്ലെ? ഫ്രം ദാറ്റ് Rn1 is equal to എത്ര കിട്ടും? 200 ന്യൂട്ടൺസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് Rn1ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 200 ന്യൂട്ടൺസ്. നമ്മൾ ബ്ലോക്ക് എനെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലോക്ക് ബിനെ സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഫോർ ബ്ലോക്ക് ബി
നമുക്ക് എന്താ ബ്ലോക്ക് ബിയും അറ്റ് റെസ്റ്റ് തന്നെയാണ് അല്ലെ, മാക്സിമം കേസിലും അത് റെസ്റ്റിലായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ സിഗ്മ h is equal to 0. This is our first condition. അറ്റ് ബോഡി അറ്റ് റെസ്റ്റ് ആയത് കാരണമാണ് നമുക്ക് സിഗ്മ h is equal to 0, സിഗ്മ v is equal to 0 എന്ന് പറയുന്നത് അല്ലെ. അത് സിഗ്മ h is equal to 0 ആണെങ്കിൽ മാത്രമേ അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്ടിരിക്കുള്ളൂ. സിഗ്മ v is equal to 0 ആണെങ്കിൽ അത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യാതിരിക്കുള്ളൂ. നമ്മളുടെ ബോഡി അറ്റ് റെസ്റ്റ് ആണ്, അതിന് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെർട്ടിക്കൽ ഡയറക്ഷനിലും മൂവ്മെന്റ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബോഡിയെ റെസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സിഗ്മ h is equal to 0 എന്ന് എടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ബ്ലോക്ക് ബിയിൽ ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നത്? ഏതൊക്കെ ഹൊറിസോണ്ടൽ ഫോഴ്സ് വരുന്നത്? ഒരു പി എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട് അല്ലെ. അതെങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ടുവേർഡ്സ് റൈറ്റ് ആണ്. സോ ടുവേർഡ്സ് റൈറ്റ് ആണ്. നമ്മുടെ സൈൻ കൺവെൻഷനിൽ ടുവേർഡ്സ് റൈറ്റ് പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. സോ അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത്, ഇനി ഏതൊക്കെ ഹൊറിസോണ്ടൽ ഫോഴ്സസ്? ഒരു 0.3 ആറിനും ഉണ്ട്, വേറൊരു 0.3 ആർ N2 ഉണ്ട് അല്ലെ. സോ പി ആ രണ്ട് ഫോഴ്സും ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. ടുവേർഡ്സ് ലെഫ്റ്റ് ആയതുകൊണ്ട് മൈനസ് ഡയറക്ഷൻ ആണ്. ഫസ്റ്റ് വൺ is 0.3 into Rn1. അടുത്തത് 0.3 into Rn2, അതാണ് അതും ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് അല്ലെ. അതുകൊണ്ട് അതും നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. ദാറ്റ് ഇസ് 0.3 into Rn2. വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? വേറെ ഫോഴ്സ് ഒന്നുമില്ല. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 0. നമ്മള് Rn1 ഓൾറെഡി ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. എത്രയാ Rn1ന്റെ വാല്യൂ? എത്രയാണ്? That is 200 newtons. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So this value is 200 newtons. Okay. അപ്പൊ നമുക്ക് നമ്മളുടെ ഇക്വേഷൻ ഇതുപോലെ ആയിട്ടുണ്ട്. P minus 0.3 into Rn1 minus 0.3 into Rn2 equal to 0. So നമ്മളുടെ സിഗ്മ h എന്നുള്ള കണ്ടീഷൻ. ഇനി അടുത്ത ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താ? സിഗ്മ v is equal to 0. So നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ സിഗ്മ v is equal to 0. ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സസ്? ഒരു Rn1 ഉണ്ട്, ഒരു Rn2 ഉണ്ട്, ഒരു 300 ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഓരോന്നിട്ട് എഴുതാം. ഫസ്റ്റ് വൺ Rn1 ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ബോട്ടം ആണ് അല്ലെ. ടുവേർഡ്സ് ബോട്ടം ആയതുകൊണ്ട് നമ്മളുടെ സൈൻ കൺവെൻഷൻ ടുവേർഡ്സ് ടോപ്പ് ആണ്, നമുക്ക് പോസിറ്റീവ് ഡയറക്ഷൻ അല്ലെ. സോ ദിസ് വിൽ ബി മൈനസ് Rn1 മൈനസ് അടുത്ത ഡൗൺവേർഡ് ഫോഴ്സ് ഏതാണ്? 300 ആണ് അല്ലെ. 300. Rn2 ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് ടോപ്പ് ആണ്. സോ പ്ലസ് Rn2 is equal to 0. അതിൻ്റെതായിട്ടുള്ള കളർ കൊടുക്കാം നമുക്ക്. സോ Rn1 and Rn2 is equal to 0. ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ഓൾറെഡി ഇപ്പൊ Rn1ന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. Rn1ന്റെ വാല്യൂ എത്രയാണ്? 200 ന്യൂട്ടൺ ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് 200 മൈനസ് 300 plus Rn2 is equal to 0. From that we will get Rn2 is equal to 500 newtons. Okay, just equation solve ചെയ്യാനുള്ളൂ. So Rn2 is 500 newton. So Rn2ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ Rn2ന്റെ വാല്യൂ നമ്മൾ ഈക്വേഷനിൽ കൊണ്ടിട്ട് കൊടുക്കുക. ഈ Rn2ന്റെ വാല്യൂ എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഈക്വേഷൻ എങ്ങനെയാവും? This will be P minus 0.3 into 200. Okay, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് എഴുതാം. That will be
60. Okay, minus 0.3 into Rn2 ന്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, that is 500 equal to 0. Okay, ഇതിന്റെ അകത്ത് നമുക്ക് P യുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. P യുടെ വാല്യൂ എത്രയാണ്? P is equal to, കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര വരും? That will be 210 newtons. And this is our answer. Clear ആയോ? ജസ്റ്റ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം ചെയ്തേ, നമ്മൾ ആദ്യം എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് അതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് നമ്മൾ റിസോൾവ് ചെയ്യാൻ നോക്കി. ഓക്കെ, സിഗ്മ എച്ച് ഈക്വൽ ടു 0 എടുക്കുമ്പോൾ നമുക്ക് ഇല്ലോജിക്കൽ ആയിട്ടുള്ള വാല്യൂ കിട്ടിയ, സോ നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്തു. സിഗ്മ വി ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ എടുത്തു. അതിനകത്ത് നമ്മൾ R1 കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ ബ്ലോക്ക് ബിയിൽ നോക്കി. ബ്ലോക്ക് ബിയിൽ സിഗ്മ എച്ച് ഈക്വൽ ടു 0 എടുത്തിട്ട് നമ്മളൊരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തു. ദെൻ നമ്മൾ സിഗ്മ വിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തു. അതിന്റെ നമ്മൾ Rn2 കണ്ടുപിടിച്ചു. Rn1 വാല്യൂ നമ്മൾ ഓൾറെഡി ഫോർ ബ്ലോക്ക് എ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തു. കറസ്പോണ്ടിങ്ങിൽ പി കണ്ടുപിടിച്ചു. സോ 210 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് വരെ ബോഡിയെ റെസ്റ്റ് ആയിരിക്കും. Okay, that's the maximum frictional resistance that can be developed. Okay.